പടിയങ്ങാടൻ കുടുംബാംഗങ്ങളുടെ ഈ മൂന്നാമത്തെ മീറ്റിങ്ങിൽ ഈ വർഷവും എന്നെ ക്ഷണിച്ചതിലുള്ള എല്ലാ സന്തോഷവും ഈ സമയം അറിയിക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് ആൾക്കാരെയും എനിക്കറിയാം, പുതിയ ആൾക്കാരെ കണ്ടതുപോലെ തോന്നുകയും ചെയ്യുന്നുണ്ട്. വീണ്ടും ഒരു വട്ടം കൂടെ കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സുദീർഘമായ ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്കറിയാം. ഇനിയും നിരവധി പ്രോഗ്രാമുകൾ നിങ്ങളുടെ സ്നേഹവും സന്തോഷവും ഇനി പങ്കുവയ്ക്കാനായിട്ടുണ്ട്. ചൊവ്വ ഇടവക പട്ടക്കാരൻ എന്നുള്ള നിലയിലും ഈ കുടുംബമായിട്ട് ചേർന്ന് ഉള്ള അല്ലെങ്കിൽ കുടുംബ അംഗം തന്നെ എന്നുള്ളതിലെ കാണുന്നതിലുള്ള ഒരു അംഗം എന്നുള്ള നിലയിലുള്ള എൻ്റെ എല്ലാ ആശംസകളും ഈ സമയം അറിയിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഈ കേക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആലിസ് ആന്റിയാണ്. എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയും മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയും മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല. കൊണ്ട് ഞാനിപ്പം ഞങ്ങളെ കഴിഞ്ഞ മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ട് ഇവിടെ വായിക്കാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം. ആരാധനയ്ക്ക് ശേഷം പടിയങ്ങാടൻ തറവാടിൽ വെച്ച് നടന്ന സംഗമത്തിൽ ഏകദേശം 50 പേർ പങ്കെടുത്തു. കുടുംബത്തിലും മുതിർന്നവർ മുതൽ 6ാം തലമുറയുള്ളവർ വരെ പങ്കെടുത്തു. റവറൻഡ് ലെസ്ലി വിനോദ് പടിയങ്ങാടൻ അച്ഛൻ്റെ പ്രാർത്ഥനയോടെ പടിയങ്ങാടൻ സംഗമം ആരംഭിച്ചു. ഇതാണ് ബുക്ക്. എല്ലാവരും കാണുന്നുണ്ടല്ലോ. ശരിക്കും നിന്നില്ലെങ്കിൽ ഞാൻ വീഴും, അതുകൊണ്ടാണ് സോറി. ഇതാണ് ആദ്യത്തെ പേജ്. ഡാനിയൽ പടിയങ്ങാടൻ്റെ ഭാര്യ സെലീന പടിയങ്ങാടൻ്റെ ചിത്രമാണ്. ഞങ്ങളുടെ മൂത്തമ്മ സെലീന പടിയങ്ങാടൻ അവിടെ വീട്ടിൽ വരുമായിരുന്നു. വന്നാൽ ധാരാളം പാട്ടുകളൊക്കെ പഠിപ്പിക്കുകയായിരുന്നു. അതിന് പുറമെ വേറെയും പാട്ടുകളൊക്കെ ഉണ്ട്. കോഴി നീ നെല്ല് കൊത്തല്ലേ എന്നില്ല. അത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക്. കേട്ടിട്ടുണ്ടോ? കോഴി നീ നെല്ലു കൊത്തല്ലേ, കൊത്തിയാൽ നിന്നെ കൊല്ലും, കൊത്തിയാൽ നിന്നെ കൊല്ലും, ഉപ്പിട് മുളകിട് മഞ്ഞളരിപ്പൊടി കൂട്ടി ഞാൻ കൊമ്പേലാക്കും, കോഴി നീ നെല്ലു കൊത്തല്ലേ. ഈ പാട്ട് ഞങ്ങൾ ചെറിയ കുട്ടികളായി ഞങ്ങൾ പാടിയപ്പോൾ അത് പഠിച്ചോ? ഒരു പ്രാവശ്യം പാടി. നിങ്ങൾ നല്ല മിടുക്കന്മാരാണല്ലോ. അപ്പോൾ ഇങ്ങനെ ക്രിസ്തീയ പാട്ടുകളും എല്ലാം വാസ്തവത്തിൽ ആ സമയമൊക്കെ വലിയ സന്തോഷമായിരുന്നു. വലിയ സന്തോഷമായിരുന്നു നമുക്ക്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത വലിയ സന്തോഷമായിട്ടുള്ള ഒരവസരം പലപ്പോഴും ഓർക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഓരോ സമയങ്ങളിലായിട്ട് ദൈവം എടുത്തുപയോഗിച്ചിട്ടുണ്ട്. എത്ര വലിയ അതിശയമാണ്. ഞാൻ ഓർക്കുകയാണ്, ദൈവം നമ്മെ എല്ലാവരെയും നടത്തുന്നു എന്നുള്ളത് വലിയൊരു വിശ്വാസമാണ്. അതുകൊണ്ട് എനിക്ക് ധാരാളം പറയുവാൻ ഒന്നുമില്ല. ഞാൻ 1961 തോന്നുന്നു ചൊവ്വയിൽ
ഒരു വർഷം മാത്രം ഒരു മാസം മാത്രം ഇവിടെ ജോസഫ് അയ്യൻ ഉണ്ടായിരുന്നു. ജോസഫ് അയ്യൻ ലീവ് എടുത്ത് പോയപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ അവിടുത്തെ സെമിനാറിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞ് ഇവിടെ ഇറങ്ങിയതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, ഇത് വലിയൊരു സഭയാണ്, ഇവിടെ നല്ല പാട്ടുകാരാണ്, കോഴിക്കോട് കത്തീഡ്രലിനേക്കാളും നല്ല പാട്ടുകാർ ഇവിടെയായിരുന്നു. ഞാൻ പലപ്പോഴും ഓർക്കായിരുന്നു. അപ്പോൾ നല്ല പാട്ടുകാർ ഇതിലുള്ള നല്ലൊരു സഭയായിട്ട് ഇത് അന്ന് പോയിരുന്നു. 61-ലൊക്കെ നല്ല സഭയായിരുന്നു. അപ്പോൾ ഇവിടെ എൻ്റെ അമ്മ സെലീന പടിയങ്കാരൻ്റെ അനുജത്തിയായിരുന്നു. അപ്പോൾ വലിയ സന്തോഷമായിരുന്നു അവിടെ വരുന്നത്. അപ്പോൾ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച് നോക്കുക, നമ്മളെ ദൈവം കുടുംബമായിട്ട് സന്തോഷത്തോടുകൂടി ദൈവം നടത്തിയെന്നുള്ളത് നാം ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ബാബുമാമൻ, അതായത് പോൾ പടിയങ്ങാട്, അദ്ദേഹം ഒരു ചിലപ്പോൾ പല സമയത്ത് സമയം കിട്ടുന്ന സമയത്ത് അദ്ദേഹം വളരെ തിരക്കുള്ളൊരു മനുഷ്യനായിരുന്നു. സമയം കിട്ടുന്ന സമയത്ത് എന്നോട് വിളിക്കും, പറയും, മോനെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം. ഞാൻ ചോദിച്ചു എന്താ മാമ? പറഞ്ഞ് നിൻ്റെ അമ്മയുടെ കുടുംബം, അതായത് എൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ കുടുംബം, പിന്നെ ഒരു വലിയ കുടുംബത്തിൻ്റെ താഴ്വഴിയാണ്. ഇല്ല വേണ്ട കുഴപ്പമില്ല, ഒരു തുടർച്ചയാണ്. അതിലെ കണ്ണികളാണ് നീയും ഞാനും എന്നൊക്കെ പറഞ്ഞു. എനിക്കതിൻ്റെ അർത്ഥമൊന്നും അന്ന് മനസ്സിലായിട്ടില്ല. കാരണം അന്ന് എനിക്ക് കഷ്ടി ഒരു 10 വയസ്സോ ഒരു ചെറിയ പ്രായം ഉണ്ടായിട്ടുള്ളൂ. പിന്നീട് പറഞ്ഞു, കുറച്ച് വലുതായ സമയത്ത് പറഞ്ഞു, അതായത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞു, പിന്നെ ഇതൊരു ഒരു മിഷണറി കുടുംബത്തിൻ്റെ ഭാഗമാണ്. ചൊവ്വ എന്ന സ്ഥലത്ത് ആണ് തുടങ്ങിയത്. ദാനിയേൽ പടിയങ്ങാടൻ എന്ന ഒരു വലിയ മനുഷ്യനാണ് ഈ കുടുംബത്തിൻ്റെ അടിസ്ഥാനം ഇട്ടത് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എനിക്കതൊന്നും മനസ്സിലാക്കില്ല. പിന്നീട് വളരെ മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം പലതും പറഞ്ഞ് എന്നെ പഠിപ്പിച്ചു. അത് പടിയങ്ങാടന്മാരുടെ കഥ എന്ന രീതിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നയോളം നടത്തിയ നാദ നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നെ കരങ്ങളിൽ വഹിച്ചവനേ, വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാദ നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. ബഹുദൂരം മുന്നോട്ടു പോകാം ബലം നൽകി നീ നടത്തി, ബഹുദൂരം മുന്നോട്ടു പോകാം ബലം നൽകി നീ നടത്തി, തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമാ, തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമാ, വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാദ നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. ഓടിമറയും നാളുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം. ഷൈനിസ് മോണിക്ക. മിത്രൻ പടിയങ്ങാടിൻ്റെ മകൻ, സിഗ്നി പടിയങ്ങാടിൻ്റെ മകൻ ബിനോയ് തോമസ് പടിയങ്ങാടൻ ക്രിസ്ത്യൻ കോളേജ് ഹൈസ്കൂൾ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. കോഴിക്കോടാണ് താമസം. മിത്രം പടിയങ്ങാടിൻ്റെ മകളുടെ
മകൻ ജെറാൾഡ് പീറ്റർ, ഭാര്യ ലിജി, 2 മക്കൾ. എൻ്റെ പേര് വിൻസ്റ്റൺ. ഞാൻ വിൻസ്റ്റൻ്റെ മകനാണ്. ഞാൻ പയ്യന്നൂരിൽ നിന്ന് വരുന്നു. ഞാനിപ്പോൾ മെഡിക്കൽ റെപ്പായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. അച്ഛന് പടിയങ്ങാടൻ കുടുംബത്തിൻ്റെ വകയായി ഞങ്ങൾ ഇത് ആദരിക്കുന്നു. വാങ്ങാൻ നെക്സ്റ്റ് ഷാനി. MBBS കഴിഞ്ഞ മോൾക്ക് ഞങ്ങൾ അങ്കിള് ഇത് കൺഗ്രാറ്റ്സ്. എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് നമുക്ക് നടത്താൻ പറ്റുന്നത്. അപ്പം ഇനിയും നമ്മളത് ആഗ്രഹിക്കുന്നുണ്ട്. അതിലെല്ലാവരും സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ഇന്നലെ ഇന്നുമായിട്ട് ഞങ്ങളോടൊപ്പം സഹകരിച്ച പാഡിങ്ടൺ ഫാമിലിക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. പിന്നെ അനിക്കും ഫാമിലിക്കും, ഷാജി അവരുടെ ഫാമിലിക്കും, പിന്നെ ഇത്രത്തോളം എല്ലാ ദൂരത്തു നിന്ന് വന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഓരോ കുടുംബങ്ങളെ ഞങ്ങൾ പേരുപേരായ ദൈവകരങ്ങളെ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ എല്ലാവിധമായ ആവശ്യങ്ങളിലും കർത്താവും കൂടിയും തുണയ്ക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങൾ നടത്തിയതായ എല്ലാ നല്ല ദാനങ്ങളും സ്തോത്രങ്ങളും ഞങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പിരിയുന്ന കർത്താവെ, പിരിയാത്ത സ്നേഹമായി ഞങ്ങളുടെ കൂടിയിരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. യേശു തന്നെയുള്ള നാം തന്നെ. ആമേൻ. നാം എല്ലാവരോടും ഇന്നും അനേകം ഇരിക്കുമാറാകട്ടെ. ആമേൻ.